ഹായ് ഫ്രണ്ട്സ്, യുമി ആൻഡ് കേരളയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കട്ടപ്പന വള്ളക്കടവിലുള്ള ഒരു ഏലത്തോട്ടത്തിലാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏലകൃഷികളെ കുറിച്ചാണ്. ഏലം നടുന്ന നെക്സ്റ്റ് പ്രോസസ്സ് ഇതിന് കുഴിയെടുക്കുക എന്നുള്ളതാണ്. 1.5 അടി താഴ്ചയും 3 അടി വീതിയിലുമാണ് കുഴിയെടുക്കേണ്ടത്. കുഴിയെടുത്തതിന് ശേഷം ഈ രീതിയിലാണ് കുഴിയെടുത്തിരിക്കുന്നത്. കുഴിയെടുത്തതിന് ശേഷം നമ്മൾ അല്പം മണ്ണിട്ട് അതൊന്ന് മൂടും. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഏലത്തിൻ്റെ വേരെല്ലാം എല്ലായിടത്തും ഒന്ന് പടർന്നു പിടിക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ ഏലം കുഴിയെടുത്ത് കുറച്ച് മണ്ണിട്ട് മൂടിയ കുഴിയാണിത്. ഇതിനുള്ളിൽ കുറച്ചും കൂടെ താത്തിയിട്ട് വേണം ഏലത്തിൻ്റെ ചെടി വെച്ച് കൊടുക്കാൻ. ആ രീതി ഞാൻ കാണിച്ചു തരാം. കുഴിയെടുത്ത് മണ്ണിട്ടതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ നമ്മളിത് ഈ രീതിയിൽ മണ്ണൊന്ന് മാറ്റി കുറച്ച് വകഞ്ഞു കൊടുത്തിട്ട് ഈ സെൻറ്ററിൽ വേണം നമ്മൾ ഏലത്തിൻ്റെ ചെടി വെച്ച് കൊടുക്കാൻ. അപ്പോൾ ആ രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഏലത്തിൻ്റെ നടാൻ ഉപയോഗിക്കുന്ന ചിമ്പ്. ഇതിന് ചിമ്പെന്നാണ് പറയുന്നത്. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് നടുന്നത്. അപ്പോൾ നമുക്കിത് കുഴിയിൽ നടുന്ന വിധം കാണിക്കാം. ഇങ്ങനെ ഏലത്തിൻ്റെ ചിമ്പ് വെക്കുക. നമ്മൾ എടുത്ത കുഴിയിലോട്ട് ഇങ്ങനെ ഏലത്തിൻ്റെ ചിമ്പ് വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ വേരുകൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അത് സ്വല്പം മണ്ണങ്ങ് മാറ്റിയിട്ട് ആ വേരൊക്കെ ആ മണ്ണിന് ഉള്ളിലാക്കണം. എന്നിട്ട് സ്വല്പം മണ്ണിടുക. ഇപ്പുറ സൈഡിലും ഉണ്ട്. അത് മാറ്റി പതുക്കെ ആ മണ്ണിലോട്ട് ആ വേരെല്ലാം ഒന്ന് താത്തി കൊടുക്കുക. അതിനുശേഷം ആ വേര് പതുക്കെ ഒന്ന് കവർ ചെയ്യുക. എന്നിട്ട് നമുക്ക് വേരെ വെച്ചിട്ട് മണ്ണിട്ട് മൂടാം. സ്വല്പം മണ്ണിട്ട് മൂടി പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കാം. 4 സൈഡ് നമുക്ക് അങ്ങനെ മണ്ണിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കാല് വെച്ച് പതുക്കെ ഈ രീതിയിലൊന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ ഏലത്തിൻ്റെ ചിമ്പ് ഈ രീതിയിൽ വേണം നടാൻ. അതിനുശേഷം നമുക്ക് ഇതിലൊരു കമ്പ് കുത്തി നിർത്തണം. അപ്പോൾ ഏലത്തിൻ്റെ ചിമ്പ് നമ്മൾ നട്ട് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഇങ്ങനെയുള്ള ഒരു കമ്പ് അതിൻ്റെ ചോട്ടിൽ കുത്തി കൊടുത്തു. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ കാറ്റൊക്കെ വരുമ്പോൾ ഈ ചിമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും താഴ്ത്തി വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കമ്പ് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലൊന്ന് നമ്മൾ ഒരു ചെറിയ വള്ളി വെച്ച് കെട്ടി കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ചപ്പ് വെച്ച് കവർ ചെയ്യും. എല്ലാ സൈഡിലും 4 സൈഡിലും ഇങ്ങനെ ചവറിട്ട് നമ്മൾ മൂടണം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചവറെല്ലാം ഇട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. 4 വശവും നമ്മൾ നന്നായിട്ട് ഫില്ല് ചെയ്തു. ഇതിന് ശേഷം ഇതിൻ്റെ പുറത്ത് ആവശ്യമെങ്കിൽ കുറച്ച് ചാണകപ്പൊടി തൂളി കൊടുക്കാം. അല്ലെങ്കിൽ ഇത് നട്ടതിന് ശേഷം ഒരു 20 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് പൊടിവളം ഇടാം. അതിനുശേഷം 20 ദിവസം കൂടുമ്പോൾ ഇതിന് മരുന്ന് അടിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ഇതിന് ഉള്ളിൽ കേടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 20 ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഇതിന് മരുന്ന് അടിച്ചു കൊടുക്കും. ഈ കാണുന്നതാണ് ഏലത്തിൻ്റെ ചുവട്. നമ്മൾ നട്ടപോണക്കത്തെ ഒരു ചിമ്പ് വളർന്നു വലുതാകുമ്പോൾ ഏകദേശം ഇതുപോണക്കിരിക്കും. ഇത് 2 വർഷം മുമ്പ് നട്ട ഏലച്ചെടിയാണ്. പിന്നെ ഈ കാണുന്നതാണ് ഏലത്തിൻ്റെ ശരം. ഇതിൻ്റെ ഇവിടം തുടങ്ങി ഈ ഭാഗം വരെ കായകളുണ്ടാകും. ഈ ആദ്യം ഏലക്കായ ഉണ്ടാകുമ്പോൾ അതിനെ പൊട്ടുകായ എന്ന് പറയും. ഇതാണ് ഏലത്തിൻ്റെ പൂവ്. എല്ലാ ചെടികളിലും നടക്കുന്ന കണക്ക് തേനീച്ച ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിൽ ചെന്നിരിക്കുമ്പോൾ അതിൻ്റെ പരാഗണം നടക്കുന്നു. പിന്നെ നമ്മൾ 40 തുടങ്ങി 50 ദിവസത്തിനിടയ്ക്ക് ഏലക്കായ എടുക്കും. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ കവാത്ത് എടുക്കുന്നതാണ്. കവാത്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഉണങ്ങിയ ഇലകളെല്ലാം നമ്മൾ മുറിച്ച് കളഞ്ഞ് ഇങ്ങനെ വന്ന ഇലകളെല്ലാം നമ്മൾ മുറിച്ച് കളയും. പിന്നെ ഈ തട്ടയ്ക്ക് വല്ല കേടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മുറിച്ച് മാറ്റി നമ്മൾ ക്ലീൻ ചെയ്യും. ഇതിൻ്റെ ചുവട്ടിലുള്ള ഇലകളെല്ലാം മാറ്റി നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യും. അതിനാണ് നമ്മൾ കവാത്ത് എടുക്കുക എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ മണ്ണെല്ലാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും. അത് അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ വേരെല്ലാം എല്ലാ ഭാഗത്തും ഒന്ന് ഓടി നന്നായിട്ട് വരുന്നതിന് വേണ്ടിയാണ്. പിന്നെ നമ്മൾ ഈ ഏലച്ചെടീനെ നന്നായിട്ട് കെയർ ചെയ്യേണ്ട ഒരു ചെടിയാണ്. നന്നായിട്ട് കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലതായിട്ട് കായ കിട്ടുകയുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഏലത്തിന് വളമിടുന്നതാണ്. ഇടയ്ക്ക് നമ്മൾ ചാണകപ്പൊടി തൂളി കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ഏലത്തിന് ഇട്ട് കൊടുക്കുന്ന മറ്റു വളങ്ങളാണ് പൊട്ടാഷ്യം, യൂറിയ, ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്. ഇതെല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഏലത്തിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാറുണ്ട്.
ഇത് നമ്മൾ മരുന്നടിച്ചു കൊടുക്കാറുണ്ട് ഏലത്തിന്. ഈ ഏലത്തിൻ്റെ തട്ടയിൽ തണ്ടുതുരുപ്പനൊക്കെ കയറി ഈ തട്ട വീണു പോകാനിടയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് മരുന്നടിച്ചു കൊടുക്കും. പിന്നെ ഏലത്തിന് ഏറ്റവും ഉത്തമമായ കാലാവസ്ഥ തണുപ്പ് സമയമാണ്. തണുപ്പാണ് ഇതിന് ഏറ്റവും ആവശ്യം. ചൂട് സമയത്താണെങ്കിൽ ഇതിൻ്റെ തട്ടയെല്ലാം ഉണങ്ങി വീണു പോകാനിടയുണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇതിൻ്റെ ചുവട് പമ്പ് ചെയ്ത് നനച്ചു കൊടുക്കണം. 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഈ ഏലത്തിൻ്റെ ചുവട് നന്നായിട്ട് നനച്ചു കൊടുക്കണം. വെള്ളം കുറവാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇതിൻ്റെ ചുവട് നല്ല രീതിയിൽ പമ്പ് ചെയ്ത് ഇതിൻ്റെ ചുവട് നന്നായിട്ട് നനഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ തട്ടയൊക്കെ വീണു പോകാൻ ഇടയുണ്ട്. ഈ ഏലച്ചെടികളുടെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക അന്തരീക്ഷമാണ്. നല്ല രസമാണ്. തണുപ്പാണ് ഇതിനുള്ളിൽ. ഇതിനുള്ളിൽ കൂടെ നടന്നു പോകാൻ നമുക്ക് വഴികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നടന്നിങ്ങനെ ഇതിനുള്ളിൽ കൂടെ നടന്നു പോകാൻ നല്ല രസമാണ്. ഇതിൻ്റെ മോൾഭാവമൊക്കെ നല്ല പച്ചപ്പായിട്ട് നിൽക്കുവാണ്. ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷം തോന്നും. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതിൽ നിന്ന് മൂത്ത കായ എടുത്തിട്ട് പിന്നെ ഇത് ഉണക്കിയെടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കായ എടുത്ത് നമ്മൾ ഉണക്കുന്ന സ്റ്റോറിൽ കൊണ്ടുപോകും. അടുത്തായിട്ട് നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. കട്ടപ്പന വള്ളക്കടവ് ബ്രദേഴ്സ് കാർഡമൺ യൂണിറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. 13 അംഗങ്ങൾ കൂടി തുടങ്ങിയ സംരംഭമാണിത്. ഇത് തുടങ്ങിയിട്ട് 2 വർഷത്തോളമായി. അവർ നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഏലക്ക ഉണങ്ങുന്ന പ്രോസസ്സ് ഇതിനുള്ളിലാണ് നടക്കുന്നത്. അപ്പം നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഏലക്ക എടുക്കുന്നത് വരെയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം നമ്മൾ സ്റ്റോറിൽ കൊണ്ടുവന്ന് അത് കഴുകിയതിന് ശേഷമാണ് നമ്മൾ ഉണക്കാനിടുന്നത്. അത് കഴുകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് ഇത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് കഴുകാനിടുന്നതെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോണക്ക് ഏലക്ക കഴുകാൻ വേണ്ടി മിഷ്യത്തിലോട്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിലാണ് ഏലക്ക കഴുകിയെടുക്കുന്നത്. നമ്മൾ കഴുകാൻ ഇട്ട് കൊടുത്ത ഏലക്ക വൃത്തിയായി കഴുകിയതിന് ശേഷം പുറത്തേക്ക് കൊട്ടയിൽ ചാടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊട്ട നിറഞ്ഞു. ഇനി അതെടുത്ത് ചേട്ടന്മാരവിടെ മാറ്റി വയ്ക്കും. കഴുകി ഉണങ്ങിയ ഏലക്കയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കൊട്ടയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കൊട്ടയിൽ ഏലക്ക നിറഞ്ഞിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഒരു 10-15 മിനിറ്റ് നേരം നമ്മളിങ്ങനെ ഏലക്ക വയ്ക്കും. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിലെ വെള്ളം വാർന്ന് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇതിന് ശേഷമാണ് നമ്മൾ ഏലക്ക ഉണങ്ങുന്ന പ്രോസസ്സിലോട്ട് പോകുന്നത്. ഏലക്ക കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ മിഷ്യത്തിലോട്ടാണ് ഇത് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഇതിങ്ങനെ പൊക്കിയിട്ട് അതിനുള്ളിലോട്ട് ഏലക്ക നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഏത് രീതിയിലാണ് ഇടുന്നതെന്ന് നമുക്ക് ഇവിടെയുള്ള ആളുകളോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ കഴുകി കൊണ്ടുവന്ന ഏലക്ക ഈ മിഷ്യത്തിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഏലക്ക ഇട്ടതിന് ശേഷം ഇതിൻ്റെ മൂടി അടച്ചു വയ്ക്കും. ചേട്ടന്മാർ മിഷ്യത്തിനുള്ളിൽ ഏലക്ക നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ മിഷ്യത്തിനുള്ളിൽ ഏകദേശം 600 കിലോ വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഏലക്ക ഇട്ടതിന് ശേഷം അത് ലെവൽ ചെയ്യണം. അപ്പോൾ അത് ഏത് വിധത്തിലാണെന്ന് നമുക്ക് ഈ ചേട്ടന്മാരോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇതിപ്പോൾ നമ്മൾ ഈ ബോക്സ് അടിക്കുന്ന ഓരോ ആളുകളുടെ കായാണ്. അപ്പോൾ കായകൾ തമ്മിൽ മാറിപ്പോയിരിക്കാൻ വേണ്ടി ഓരോ കായ് അടിച്ചു കിട്ടും നമ്മൾ നെറ്റിട്ട് മൂടുന്നു. ഒരാളുടെ ഒറ്റ കായാണെങ്കിൽ നെറ്റൊന്നും വേണ്ട, വെറുതെ വെട്ടി നനച്ചാൽ മതി. അപ്പോൾ ഇത് പറഞ്ഞ അടുത്ത കാര്യം. അപ്പോൾ ഈ ആളിന്റെ പേര് മുട്ടുകൊണ്ടെഴുതി അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നനഞ്ഞിരിക്കും. ഉണങ്ങുമ്പോൾ ആ തുള്ളി പോലും നല്ല പ്രശ്നമായിരിക്കും. ഇത് ഏലക്ക ഉണങ്ങി എടുക്കാൻ വേണ്ടി നമ്മൾ ചൂട് കൊടുക്കുന്നത് ഇതിനുള്ളിൽ നിന്നാണ്. അപ്പം അതിനെക്കുറിച്ചുള്ള രീതികൾ ഈ ചേട്ടനൊന്ന് നമുക്ക് വിശദീകരിച്ച് തരും. അപ്പൊ ചേട്ടൻ ഇതിന്റെ രീതികളെ കുറിച്ചൊന്ന് പറഞ്ഞു തരാം. നമ്മൾ ക്ലീൻ ചെയ്യണം. ചൂട് അല്ലെങ്കിൽ രാത്രി ഇത് വേരിയേഷൻ വരും. അതുകൊണ്ട് ഇതെല്ലാം ഈ അറകളെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് മേളും ക്ലീൻ ചെയ്യും. എന്നിട്ട് അടിയിലൊരു ഗ്രില്ലുണ്ട്. ആ ഗ്രില്ല് അടിയിലിട്ട് വെച്ചിട്ട് മേളിന് ബ്രിക്കറ്റ് ഇട്ട് കൊടുക്കുക. ഇതാണ് ബ്രിക്കറ്റ്. ഇതിനാണ് ബ്രിക്കറ്റ് എന്ന് പറയുന്നത്. ഈ ബ്രിക്കറ്റ് എല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം മേളിൽ ചാക്ക് വെച്ച് അടച്ച് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം ഈ കുറച്ച് ബ്രിക്കറ്റ് എടുത്ത് അതിന്റെ ഉള്ളിൽ ഇട്ട് വെച്ചിട്ട് തീ കൊടുക്കുക. വിറക് നമ്മൾ യൂസ് ചെയ്യില്ല. ഇല്ല വിറകില്ല. തീ കൊടുത്തതിന് ശേഷം വിറകിന് ചെയ്യാം, ചെയ്യല്ലേ ബ്രിക്കറ്റ് വെച്ചാണ് ചെയ്യുന്നത്. എന്നിട്ട് തീ കൊളുത്തിയതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു വാൽവുണ്ട്. ഇത് തീ പിടിച്ചതിന് ശേഷം മാത്രമാണ് ഇത് അകത്തേക്ക് തള്ളുള്ളൂ. അല്ലെങ്കിൽ ഇത് പുറത്തേക്ക് തള്ളി കഴിച്ച് കഴിയുമ്പോൾ ഇതിൽ
കാച്ചു കയറും. ആ അതിൻ്റെ ഉള്ളി അടിയിൽ നിന്ന് തന്നെ തീ കത്തി മേളിൽ പിടിച്ച് കഴിഞ്ഞ ശേഷം ഇത് അടക്കി. പിന്നെ ഇതിലെ ഉള്ളിലേക്ക് വലിക്കുന്നുണ്ട് ഡ്രയർ. ആ ഡ്രയറിൻ്റെ ഉള്ളിൽ കൂടെ വന്ന് വെച്ചിട്ട് ആ കാറ്റ് ഇതിലേ തള്ളും. ആ ഉള്ളിലോട്ട് ആ പെട്ടിക്ക് ഉള്ളിൽ തള്ളി വെച്ചിട്ട് ഇതിലെ വീണ്ടും റിട്ടേൺ വന്ന് വെച്ചിട്ട് ഇതിന്റെ മേളിലൂടെ ഒരു കുറച്ച് ഹോളുണ്ട്. ആ ഹോളിലേക്ക് വരും. അപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ നിന്ന് ഊതി കൊടുത്തോണ്ടിരിക്കും. പൂർണ്ണമായിട്ടും ചൂട് നിന്ന് കഴിയുമ്പോഴേ ഇത് ഊതാൻ തുടങ്ങുള്ളൂ. കത്താൻ കൊടുക്കുന്ന നമ്മളിത് എന്തോരം ഇടണം എന്നുള്ള അളവ് അങ്ങനെ ഇത് മൊത്തം ഉണങ്ങിയെടുക്കണമെങ്കിൽ 180 കിലോ ബ്രിക്കറ്റ് വേണം. 180 നല്ലതാണെങ്കിൽ ഇല്ലെങ്കിൽ അതിലും കൂടും. അപ്പൊ ഈ ബ്രിക്കറ്റിന് എന്ത് വില വരും? ഇത് 10 രൂപ ഒരു ഇതിന് 10 രൂപ കിലോ 10 രൂപ. ഏലക്ക ഉണങ്ങുന്നതിന് വേണ്ടി നമ്മൾ ഉണങ്ങി വരുന്നതിന് വേണ്ടി തീ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ മുകളിൽ ബ്രിക്കറ്റ് ഇട്ട് കൊടുക്കുവാണ്. അതിന് ശേഷമാണ് നമുക്ക് തീ കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മിഷ്യത്തിൻ്റെ ഹീറ്റർ. ഇതിനുള്ളിൽ തീ കൊടുത്ത് ചൂടാകുമ്പോഴാണ് മിഷ്യത്തിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ ബ്ലോവർ വർക്ക് ചെയ്യുന്നത്. അത് നമുക്ക് എങ്ങനെയാണെന്ന് കാണാം. ഇപ്പോൾ ബ്ലോവർ ചൂടായിട്ടുണ്ട്. അപ്പോൾ മിഷ്യത്തിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തു. അപ്പോൾ നമുക്ക് ഹീറ്ററിനുള്ളിൽ എന്ത് പ്രൊസീജിയറാണ് നടക്കുന്നതെന്ന് നോക്കാം. ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഈ തീ മേലിട്ട് ബ്രിക്കറ്റിലേക്ക് തീ കയറി പിടിച്ചതിന് ശേഷം ഈ വാൽവ് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ഇതിൽ പിന്നെ എയർ പോകുന്നത് ഇതിന് മേളിലൂടെ ആയിരിക്കും എയർ പോകുന്നത്. ടെമ്പറേച്ചർ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 50-52 ഡിഗ്രിയാണ് കൊടുക്കുന്നത്. അതിനുശേഷം 3 മണിക്കൂർ കഴിയുമ്പോൾ 54-56 ആക്കുന്നു. അങ്ങനെ ഇതിൻ്റെ 1-2 മണിക്കൂർ അനുസരിച്ച് സ്റ്റെപ്പ് കൂട്ടി കൊടുത്ത് അതിൻ്റെ ഉണക്കനുസരിച്ച് ലാസ്റ്റത്തെ ടെമ്പറേച്ചർ പറഞ്ഞാൽ 70-73 ഡിഗ്രിയാണ്. അതിലൊരു 1/4-3 മണിക്കൂർ കൂടി ഉണങ്ങിയിരിക്കും. പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കൂട്ടി കൊടുക്കുന്നത്. ഇത് നമ്മൾ സ്റ്റീം കൊടുത്തതിന് ശേഷം 14 മണിക്കൂർ മിഷ്യത്തിനുള്ളിൽ ഇരിക്കണം. അതിന് ശേഷമാണ് ഏലക്ക ഉണങ്ങി കിട്ടുന്നത്. ഇത് മിഷ്യത്തിൻ്റെ അടപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ മിഷ്യത്തിൽ നിന്ന് ഉണങ്ങിയെടുത്ത ഏലക്ക എടുക്കാൻ പോവുകയാണ്. ഉണങ്ങി വന്ന ഏലക്ക ഞാൻ ഇപ്പൊ കയ്യിലെടുത്തിട്ടുണ്ട്. ഇതിന് നല്ല ചൂടുണ്ട്. എൻ്റെ കയ്യിൽ നല്ലതായിട്ട് ചൂട് കിട്ടുന്നുണ്ട്. അപ്പൊ ചേട്ടന് ഇതെല്ലാം ഒന്ന് സൈഡിലോട്ട് മൊത്തം കൂട്ടിയിട്ട് വേണം നമുക്കത് വാരിയെടുക്കാൻ. അപ്പൊ ചേട്ടൻ അത് കൂട്ടി വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത പ്രോസസ്സ് നമുക്ക് എന്താണെന്ന് ചേട്ടനൊന്ന് വിവരിച്ചു കൊടുക്കാനുള്ളത്. ഇത് നമ്മൾ കഴുകി അടിച്ച് ഈ ബോക്സ് ഇട്ട കായാണിത്. ആ കാ നമ്മൾ ഉണങ്ങിക്കഴിഞ്ഞപ്പം വാരി ക്ലീൻ ചെയ്യുന്ന ഭാഗമാണ് ഈ കാണുന്നത്. എൻ്റെ കയ്യിൽ ഞാൻ ഏലക്ക എടുത്തിട്ടുണ്ട്. ഇത് മിഷ്യത്തിൽ നിന്ന് എടുത്ത ഉടനെയാണ്. ഇതിനി നമുക്ക് ക്ലീൻ ചെയ്യുന്ന മിഷ്യത്തിൽ ഇട്ട് എടുക്കണം. ഇപ്പം ഇത് ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെ ഈ തണ്ടും ഇതൊക്കെ ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. ഇത് മിഷ്യത്തിലിട്ട് ക്ലീൻ ചെയ്ത് വരണം നല്ല രീതിയിൽ. ഉണങ്ങിയ ഏലക്ക ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി മിഷ്യത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ക്ലീൻ ചെയ്ത് അത് താഴത്തേക്ക് വീഴുന്നതാണ് നമ്മൾ കാണുന്നത്. ഏലക്ക ഉണങ്ങാൻ ഇട്ട് കൊടുത്ത മിഷ്യത്തിനുള്ളിൽ നിന്ന് തേച്ച് കഴിയുമ്പോൾ ഏലക്ക തേച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു വേസ്റ്റ് വരും. ആ വേസ്റ്റ് വന്ന് വീഴാൻ ഉള്ള സംവിധാനമാണ് ഈ കാണുന്നത്. ഇതിൽ കൂടെ അതിൻ്റെ പൊടി വന്ന് വീഴും. ഈ പൊടി കോഴി ഫാമിലോട്ടൊക്കെ ആൾക്കാർ കൊണ്ടുപോകാറുണ്ട്. അത് കോഴികളെ വെക്കുമ്പോൾ അതിന് ഉള്ളിൽ ഇങ്ങനെ വിരിച്ച് ഇടാനൊക്കെ ആയിട്ട് ആവശ്യക്കാർ ഇത് കൊണ്ടുപോകാറുണ്ട്. ഉണക്കി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഏലക്കയാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനി തണുത്തു പോകാതിരിക്കാൻ വേണ്ടി ചാക്കിലാക്കി കെട്ടി നമ്മൾ സൂക്ഷിക്കും.
തേച്ച് കഴിഞ്ഞ് ഇത് ഇവിടെ നിന്ന് തന്നെ വ്യാപാരി ഓണത്തിൽ നിന്ന് മേടിച്ചോണ്ട് പോകുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഈ ഗ്ലാസ്സിൽ തൂക്കി ഇതിന് ഏലക്കയുടെ ഓണർ വ്യാപാരിക്ക് വിൽക്കാൻ പോവുകയാണ് ഇപ്പോൾ. നല്ലവണ്ണം ഉണങ്ങി നമ്മൾ ക്ലീൻ ചെയ്ത കായ ഇതേമാതിരി പ്ലാസ്റ്റിക്കിനകത്ത് പോളിത്തീൻ കവറിനകത്താക്കി കായ വീണ്ടും നമ്മൾ ചണച്ചാക്കിയിട്ടാണ് ഇത് സ്റ്റോക്ക് ചെയ്യുന്നത്. വർഷങ്ങളോളം കേടുകൂടാതിരിക്കും. ഈ കാണുന്നതെല്ലാം ഈ രീതിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ കാണുന്ന ചാക്കുകളെല്ലാം ഏലക്കയാണ്. യൂണിറ്റിലെ ചേട്ടന്മാരാണ്. അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഈ യൂണിറ്റ് എത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.